എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ, ദുബൈജി പൂജ. നിങ്ങൾ രാമയ്യൻ കറി കഴിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? ഇത് കേരളത്തിലെ ഇല്ലങ്ങളിൽ, എല്ലാ ഭാഗത്തുള്ള ഇല്ലങ്ങളിലല്ല, ചില ഭാഗങ്ങളിലുള്ള ഇല്ലങ്ങളിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള കറിയാണ്. ഇതാരാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഇതിന് രാമയ്യൻ കറി എന്ന് പേര് വന്നതെന്നുള്ളതിനെ പറ്റി ഒരു രസകരമായിട്ടുള്ള കഥ ഞാൻ പറഞ്ഞുതരാം വഴിയെ. പക്ഷേ അതിൻ്റെ കൂടെ ഇന്ന് 2 തരത്തിൽ രാമയ്യൻ കറി ഉണ്ടാക്കാനുള്ള റെസിപ്പീസും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യും വേണം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. ഈ കറി ഉണ്ടാക്കുന്നതിന് മുൻപ് അറ്റൻഷൻ പ്ലീസ്. കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തോളൂ. കാരണം നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നത് പച്ചച്ചേന വെച്ചിട്ടാണ്. അപ്പോൾ പച്ചച്ചേന വെറും കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് അവശതയാവും. അപ്പോൾ കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ സേഫായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചേന, ഞാൻ ഒരു ചേനയുടെ പകുതിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ 2 പേരേ ഉള്ളൂ കഴിക്കാൻ, അതുകൊണ്ടാണ് അത്ര എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പകുതി തേങ്ങ, ഈ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 3 എണ്ണം എടുക്കണ്ട, 2 എണ്ണമൊക്കെ മതിയാവും. പിന്നെ വേണ്ടത് ഒരു ചുവന്ന മുളകാണ്, പിന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി, പിന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ രീതിയിലുള്ള രാമയ്യൻ കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ല സ്മൂത്തായിട്ട്, നമ്മൾ ചട്നി അരക്കില്ലേ അതുപോലെ അങ്ങോട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ രാമയ്യൻ കറി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. കാരണം ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിങ്ങനെയാണ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ കറി റെഡിയായി. ഇനി ആ 2ാമത്തെ രീതിയിലുള്ള കറി റെഡിയാക്കുന്നതിന് മുൻപായിട്ട് ഈ രാമയ്യൻ കറിയെ കുറിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം കൃഷ്ണന് വേണ്ടിയിട്ട്, ഭഗവാന് വേണ്ടിയിട്ട് ഒരു വലിയ ഫീസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കി, ഒരു സദ്യ തയ്യാറാക്കി. അതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ രാമയ്യൻ കറി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ കറിക്ക് രാമയ്യൻ കറി എന്ന പേരും വന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ 2ാമത്തെ രീതിയിലുള്ള രാമയ്യൻ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആണ്, ശർക്കര മാത്രം ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ശർക്കരയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം കളർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നമ്മുടെ 2 രീതിയിലുള്ള രാമയ്യൻ കറികളും റെഡി ആയിട്ടുണ്ട്. 1 ശർക്കര ചേർക്കാത്തത്, 2 ശർക്കര ചേർത്തത്. ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട് കേട്ടോ. ആ ഫൈനൽ സ്റ്റെപ്പ് കഴിയുന്നതിന് മുൻപായിട്ട് ഇതിലിപ്പോൾ ഏതാണ് എനിക്കിഷ്ടമായെന്ന് ചോദിക്കുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ജാഗറി, അതായത് ശർക്കര ചേർത്തിട്ടുള്ളതാണ് കുറച്ചുകൂടി ഇഷ്ടമായത് കേട്ടോ. കാരണം അതിന് ഒരു പ്രത്യേക ഒരു എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയിട്ടുള്ള രുചിയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റിൽ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ് മുകളിലേക്ക്. അത്രേ ഉള്ളൂ. കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി അരക്കാം കേട്ടോ, ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും 2 തരത്തിലുള്ള രാമയ്യൻ കറികളും നല്ല ഗംഭീരമാണ്, വളരെ ഈസിയുമാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ മടി തോന്നുന്ന ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന കറിയാണ് ഈ രാമയ്യൻ കറി. അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ വരാൻ പോകുന്നുണ്ട് നമ്മുടെ ചാനലിൽ, അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, മാസ്ക് ഇടാൻ മറക്കരുത്.